ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് എന്നാത്മാവിലായിരം സൗരമണ്ഡലം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. തിരിഞ്ഞു നോക്കിപ്പോകുന്നു ചവിട്ടിപ്പോന്ന ഭൂമിയെ, എനിക്കുമുണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ. മനുഷ്യസ്നേഹിയായ മഹാകവി അക്കിത്തത്തിന്റെ വിടവാങ്ങൽ അറിയുമ്പോൾ ഈ വരികളല്ലാതെ മറ്റേത് വരികളാണ് ആദ്യമോർക്കുക? 20-ാം നൂറ്റാണ്ട് എന്ന കവിതയിലൂടെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസ കവിയായി മാറിയ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി വരും നാളുകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ എല്ലായ്പ്പോഴും തുറന്ന് പ്രകടിപ്പിച്ചിരുന്നു. അത് കവിതയിലും വാക്കിലുമുണ്ടായിരുന്നു. ഈ ലോകം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണെന്നും അതിന് ഞാനെന്ന ഓരോ മനുഷ്യന്റെയും ചിന്തയും കാരണമാണെന്നും അക്കിത്തം എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു. ഞാൻ എന്ന് പറഞ്ഞ ബഷീർ പറഞ്ഞ പോലെ ഞാൻ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന മഹാരാജാക്കന്മാരുണ്ട്, ഓരോ ആളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് അവരെ കൂട്ടിച്ചേർത്ത് ഈ ഓരോ ഞാനും ഒന്ന് തന്നെയാണെന്നുള്ളൊരു ബോധത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം പണ്ട് എന്നത്തേക്കാളും കൂടുതൽ ആവശ്യമായി തീർന്ന ഒരവസ്ഥ ഇന്ന് ലോകത്തിന് മുഴുവനുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ആധുനിക മനുഷ്യൻ യന്ത്രങ്ങളുടെ സഹായത്തോടെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു, സഹജീവികളുടെ സ്വൈരജീവിതത്തെ ശ്വാസം മുട്ടിക്കുന്നു. അതുകൊണ്ടാണ് ഈ യുഗത്തിന്റെ പൊട്ടിക്കരച്ചിലൻ വായിൽ നിന്ന് നീ കേട്ടുവെന്നോ സഖി, ഈ യുഗത്തിന്റെ വൈരുദ്ധ്യധാരണ ഛായയൻ കണ്ണിൽ കണ്ടുവെന്നോ സഖി എന്നെഴുതിയത്. ഒരുപക്ഷെ കവിതാസ്വാദകർ അല്ലാത്തവർ പോലും അക്കിത്തത്തിന്റെ ഒരു വരി അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരി. വെളിച്ചമല്ല ഇരുട്ടിനെയാണ് കവി ഇഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ വിമർശനം പോലും ആ വരികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വരികൾക്ക് തൊട്ടുമുമ്പുള്ള വരികൾ കൂടി അറിഞ്ഞാലേ കെട്ടകാലത്തിന്റെ വെളിച്ചത്തേക്കാൾ ഇരുട്ടാണ് നല്ലത് എന്ന് മനസ്സിലാകൂ. അരിവെപ്പോന്റെ തീയിൽ ചെന്നീയാം പാറ്റ പതിക്കയാൽ പിറ്റേന്നിടവഴിക്കുണ്ടിൽ കാൺമോ ശിശുശവങ്ങളെ, കരഞ്ഞു ചൊന്നേൻ ഞാനെന്ന് ഭാവി പൗരനോടിങ്ങനെ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ഇവിടെ അരിവെപ്പോന്റെ തീയിൽ ചെന്ന് ഈയാംപാറ്റ പതിച്ചപ്പോൾ കവിക്ക് പിറ്റേന്ന് കാണേണ്ടി വന്നത് ശിശുശവങ്ങളാണ്. ഈ ദയനീയമായ കാഴ്ച കാണേണ്ടി വന്നത് തനിക്ക് ചുറ്റും വെളിച്ചമായതുകൊണ്ടാണ്. തമസായിരുന്നുവെങ്കിൽ, ഇരുട്ടായിരുന്നുവെങ്കിൽ ശിശുശവങ്ങളാകുന്ന ഈ ദുഃഖങ്ങളൊന്നും തനിക്ക് കാണേണ്ടി വരില്ലായിരുന്നു എന്നാണ് കവി എഴുതിയത്. പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു അക്കിത്തത്തിന്റെ ജീവിതവും കവിതയും. സമൂഹത്തിന്റെയും കാലഘട്ടത്തിന്റെയും ഇന്നിന്റെ അടിസ്ഥാനം ഇന്നലെകൾ തന്നെയാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. സംസ്കൃത ഭാഷയിൽ അഗാധമായ അറിവും ഭാരത സംസ്കാരത്തിന്റെ നെടും തൂണുകളായ ഇതിഹാസങ്ങളോട് വളരെയധികം പ്രതിപത്തിയും കാത്തുസൂക്ഷിച്ചു. ഇനി ആളുകളെ കൂട്ടിച്ചേർക്കുന്ന ഐക്യത്തിലേക്കുള്ള ഏകത്വത്തിലേക്കുള്ള വഴി മാത്രമേ ശരിയാവുള്ളൂ. ഈ ജാതിയും മതമൊന്നും നിലനിൽക്കില്ല. ആ ബോധം എനിക്ക് തരണത്, ഏറ്റവും അധികം തരണത് വേദം തന്നെയാണ്. ഏകം സത്ത്, സത്തായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. വിപ്രാ ബഹുധാ വദന്തി, അറിവുള്ള ആൾ ഓരോരോ തരത്തിൽ പറയും, അതൊന്നും കാര്യമായി എടുക്കേണ്ട. സത്തായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? അത് നിലനിൽക്കുന്ന, സത്ത എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം നിലനിൽക്കുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ബോധം എൻ്റെ ഈ കക്ഷികളും പാർട്ടികളും തോന്നിലൊന്നും കാര്യമില്ല. അത് നല്ലൊരു ബോധം വളരെ നേരത്തെ മുതൽക്ക്, ഈ 13 വയസ്സ് മുതൽക്ക്, 13 വയസ്സിലാണ് ഇപ്പോൾ അതിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് ഈ ആശയങ്ങളൊക്കെ പറഞ്ഞത്. 1926 മാർച്ച് 18 പാലക്കാട് കുമരനെല്ലൂരിൽ വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ മനയ്ക്കൽ പാർവതി അന്തർജനത്തിന്റെയും മകനായിട്ടാണ് അക്കിത്തത്തിന്റെ ജനനം.
20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഭാഗവതം, നിമിഷക്ഷേത്രം, വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, മനസ്സാക്ഷിയുടെ പൂക്കൽ, അക്കിത്തത്തിന്റെ തെരഞ്ഞെടുത്ത കവിതകൾ, പഞ്ചവർണ്ണക്കിളി, അരങ്ങേറ്റം, മധുവിധു, ഒരു കുല മുന്തിരിങ്ങ, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, അമൃതഗാധിക, സമത്വത്തിന്റെ ആകാശം, പ്രതികാരദേവത, മധുവിധുവിന് ശേഷം സ്പർശമണികൾ, 5 നാടോടിപ്പാട്ടുകൾ, മാനസപൂജ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 2019 അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. ബലിദർശനം എന്ന കൃതിക്ക് 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 1974 ഓടക്കുഴൽ അവാർഡ്, സഞ്ജയൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, സമഗ്ര സംഭാവനയ്ക്കുള്ള 2008 എഴുത്തച്ഛൻ പുരസ്കാരം, 2012 വയലാർ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. 2017 പത്മശ്രീ നൽകി രാജ്യം അക്കിത്തത്തെ ആദരിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായിരുന്നു. 1956 മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ച അദ്ദേഹം 1975 ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായും ചുമതല വഹിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കൂട്ടുകൃഷി തുടങ്ങിയ നാടകങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അക്കിത്തം കരുതുന്ന മനുഷ്യ സ്നേഹാധിഷ്ഠിതമായ സമീപനമാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രധാന ഭാവം. സാംസ്കാരികമായ ജീർണതയും അധപതനവും ഒഴിവാക്കുക, അതിനായി പാരമ്പര്യത്തിന്റെ നല്ല വശങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുക, ഇതാണ് അക്കിത്തം പുലർത്തിവന്ന രീതി. രണ്ടു ചാലായൊലിച്ചിടുന്നു കണ്ണുനീർ, അവയിൽ നിറുകിച്ചേരുമധരോപരിവറ്റവേ, അറിയുന്നുണ്ടു ദുഃഖത്തിൻ കടും പുളി മുഴുക്കെ ഞാൻ, അറിയുന്നുണ്ടു ദുഃഖത്തിൻ കടും പുളി മുഴുക്കെ ഞാൻ. പഴയ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്ന സ്നേഹവും പരസ്പര വിശ്വാസവും ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്നത്തെ എല്ലാ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും തിന്മകളുടെയും ഘടകമായി അക്കിത്തം കാണുന്നതും ഈ നഷ്ടത്തെ തന്നെയാണ്. ഇതിൽ നിന്നുള്ള മുക്തിയാണ് മനുഷ്യനാദ്യം വേണ്ടത് എന്ന് അക്കിത്തം എപ്പോഴും പറഞ്ഞിരുന്നു. ദുഃഖത്തിന് ഒരൊറ്റ പ്രത്യൗഷധമേയുള്ളൂ, സ്നേഹം. അവിടെയാണ് മനുഷ്യൻ. ആ വിശ്വാസമാണ് അക്കിത്തത്തിന്റെ ജീവിതത്തെയും കവിതയെയും അഗ്നിതുല്യം, പരിശുദ്ധവും തീവ്രവും ആക്കി തീർക്കുന്നത്. 8 പതിറ്റാണ്ട് നീണ്ട കാവ്യ ജീവിതത്തിന് അന്ത്യമാവുകയാണ്. അക്കിത്തം എഴുതിയതുപോലെ ആ മഹാനഷ്ടമോർത്ത് കുലുങ്ങിക്കരയുന്നു ഞാൻ. അറിഞ്ഞീത്രനാളും ഞാൻ ദിവ്യ പുളകോദ്ഗമം ആ